ഇടിയൻ ചന്തു ജൂലൈ 19 റിലീസാവാനിരിക്കെ നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ സംവിധായകൻ ശ്രീജിത്ത് വിജയനാണ് ഇന്ന് സീമനാണ് വിഷ്ണുവിനോടൊപ്പം ചേർന്നത്. രണ്ടുപേർക്കും നമസ്കാരം. രണ്ടുപേരും നിർമ്മാതാക്കളും കൂടിയാവുകയാണ് ഈ സിനിമയിൽ. സോ ഈ എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ നായകൻ സംവിധായകൻ തമ്മിലുള്ള കോൺവെർസേഷൻ നിൽക്കാറുണ്ട്. ഇപ്പോൾ രണ്ടുപേരും കൂടെ നിർമ്മാതാക്കളും കൂടി ആകുമ്പോഴേക്കും അത് ഉണ്ടാകുന്ന എക്സ്ട്രാ ബാരിയർ എന്താണ്? കാരണം ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് തന്നെ ശ്രീധരൻ്റെ മുഖം ഇങ്ങനെ നിൽക്കുന്നതാണ്, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് റിലീസിന് തൊട്ട് മുന്നേ ഉള്ള ടെൻഷനോ അല്ലെങ്കിൽ അതിൻ്റെ ജോലി തിരക്കൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അല്ലാതെ സെറ്റിൻ്റെ സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫിനാൻഷ്യൽ ടോക്സ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണ്? കൗതുകമുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല, ഞങ്ങൾ 5 സുഹൃത്തുക്കളുണ്ട് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഷെഫീഖ്, സുബൈർ, റെയ്സ്, ഞാൻ, വിഷ്ണു. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു +2 സ്കൂൾ സിനിമ ചെയ്യാം എന്ന് ഞങ്ങൾ ഒരു ആലോചന തുടങ്ങുകയും അതിൻ്റെ ഒരു കഥാതന്തു അത് വികസിച്ച് വരുന്ന ഓരോ ഘട്ടത്തിലും വിഷ്ണു ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡിസ്കഷൻ ഇങ്ങനെ പോയി അവസാനം ഇത് ഈ +2 സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാമല്ലോ, ഏറ്റവും ചെറിയ ഒരു 100-300 പിള്ളേരുണ്ടാവും. അപ്പോൾ +2 സ്കൂളിൽ ഒരു കഥ പറയുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. അപ്പോൾ സാധാരണ ഒരു 3, 4, 5 ആർട്ടിസ്റ്റിനെ വെച്ച് മാത്രം ചെയ്യേണ്ട സീനുകളല്ലാതെ 100-300 പിള്ളേരെ വെച്ചിട്ടുള്ളൊരു വലിയ ക്യാൻവാസിലൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അത് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കാനായിട്ട് വന്ന ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ സിനിമയിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞ് വേറെ എവിടെ എത്തി. ഇവിടെ അല്ലേ ശരിക്കും? അല്ലടാ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെന്ന് പറയുന്നതല്ലേ, നമ്മളൊരു ചെറിയ ബഡ്ജറ്റിൽ കൺസീവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ സിനിമയുടെ ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് ഇപ്പോൾ പീറ്റർ കെയ്ൻ വരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായ നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇതിൻ്റെ ഒരു ആകെ തുകയാണ് ഇപ്പോൾ നീ കണ്ടത്. നമ്മൾ ഈ അനുഭവിക്കുന്ന ടെൻഷനും ഈ അനുഭവിക്കുന്ന സന്തോഷവും. അതെ, അതിലൊരു സന്തോഷമുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ടെൻഷനിലുപരി എന്നാലും നമ്മളൊരു ആ ഒരു സ്വപ്നം വരുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ കേട്ടോ. ഇപ്പം വിഷ്ണുവിൻ്റെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിഷ്ണുവിനെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത്, ചുമ്മാ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഹൈറ്റ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഏജ് ഇതൊക്കെ വരുമ്പോഴേക്കും റീസെൻ്റ്ലി ആഡ് ചെയ്തൊരു സംഭവമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്ക് ഹാക്ക് എന്ന് പറയുന്ന സംഭവം. ആ സംഭവം വിഷ്ണുവിൻ്റെ ഭയങ്കര സീരിയസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമെങ്കിൽ പോലും കുറേ റീൽസ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഫേസ്ബുക്ക് ഹാക്കായെന്ന് പറഞ്ഞാൽ അതിടാന്ന് പറഞ്ഞു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയുടെ കമൻസ് ആണ്. ഒന്നുകിൽ ആ റീൽസ് പ്രോത്സാഹിപ്പിക്കും, അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ എടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ആവുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ. അത് പിന്നീട് ആ റീൽസിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴേക്കും അത് ഹ്യൂമറിസ്റ്റിക് ആയിട്ട് എടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സെങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നേരി കാണണമെന്ന് ചോദിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണത്? നമ്മളത് പോയി അയ്യോ എന്ന് പറഞ്ഞ് പരിഹരിച്ചിരുന്നുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. അത് പോയി, അത് പോട്ടെ, നമ്മളത്. അപ്പോൾ ഇനി അതിലിങ്ങനെ വേറെ കണ്ടന്റുകളാണ് വന്നുകൊണ്ടിരുന്നത് ഹാക്കായതിനു ശേഷം. അപ്പോൾ അത് ഞാനപ്പോൾ നമ്മളിത് എന്താ പറയുക, അത് അറിയിക്കണമല്ലോ. അറിയിക്കാനായിട്ട് ആ പേജിലേക്ക് എനിക്ക് ആക്സസ് ഇല്ലെന്ന്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു സെൽഫി വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഇരുന്ന് നമ്മളിത് വിഷമിച്ചിട്ടൊരു കാര്യമില്ല. ഞാനത് ഫണ്ണിയായിട്ടൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആ റീലിനെ ഏറ്റെടുത്തു. പക്ഷേ എനിക്ക് 24 hours അക്കൗണ്ട് തിരിച്ച് കിട്ടി. എനിക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു രീതിയിലൊക്കെ ആയി കിട്ടിയത്. പിന്നെ എല്ലാം ഓക്കെ. ശ്രീധരൻ, ഞാൻ ഇതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല ചോദിക്കാൻ പാടുള്ളത്, ബട്ട് ഷീറോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പിന്നീട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് നോക്കുന്ന സമയത്ത് 2021 ഓഗസ്റ്റ് വരെ അതിൻ്റെ ന്യൂസ് അപ്ഡേറ്റ്സ് ഉണ്ട്. അതിൻ്റെ ചേട്ടൻ്റെ പേജ്, ഇൻസ്റ്റ പേജ് ഞാൻ എടുത്ത് നോക്കി, സെക്കൻഡ് ലുക്ക് പോസ്റ്റ് വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല. ഷീറോയുടെ മൂവി പേജിൽ കയറി നോക്കി, അതും ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്മസ് പോസ്റ്റാണെന്ന് തോന്നുന്നു. എന്താണ് പ്രോജക്റ്റ്? പോസ്റ്ററാണ്, അതായത് അത് റാപ്പ് ചെയ്ത പാക്കപ്പ് ചെയ്ത പോസ്റ്ററാണ്. ഓക്കെ, എന്താണ് ഇപ്പോൾ ഷീറോ? കൊറോണ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ തമിഴാണ്. അപ്പോൾ തമിഴ് സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ടൈമും സ്പേസും ഉണ്ട്. ഷീറോ കംപ്ലീറ്റ് ചെയ്തു, ഡബ്ബിങ് കംപ്ലീറ്റ് ചെയ്തു, ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ഫസ്റ്റ് കോപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം അവരതിൻ്റെ ഒരു റിലീസിങ്ങിൻ്റെ ഒരു റൈറ്റ് ടൈം നോക്കിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ്. ഓണാണ്
ആ പടം ഓണാണ്. പടത്തിന് അല്ല എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ വേറെ അപ്ഡേറ്റ്സ് ഒന്നും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2, 3 ഒക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. ആ ബാലൻസ് കിടക്കുവാണ് ഇനി ചെയ്യാനായിട്ട്. വണ്ടേ കഴിഞ്ഞുള്ളൂ. ആ ഒരു ബാഹുബലിയാണ് സണ്ണി ലിയോണിനെ വെച്ചിട്ടൊരു ബാഹുബലി. അപ്പം പുള്ളിക്കാരത്തി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്തിട്ടത് ഹിന്ദിയിലേക്ക് പുള്ളിക്കാരത്തി ഒന്ന് ഡബ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വേണ്ട, തമിഴിൽ തന്നെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ്. ഈ സിനിമയിൽ 4 ഭാഷകളിൽ ട്രെയിലറിൽ ലാസ്റ്റ് ഒരു 4 ഭാഷ എന്നുള്ള ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ഓക്കെ, അപ്പം പിന്നെ 4 ഭാഷ പടമല്ലേ. അതാ എങ്ങനെ 4 ഭാഷകൾ ഡബ് ചെയ്ത് റിലീസ് ചെയ്യാണ്? ആദ്യം മലയാളം റിലീസ് ചെയ്യുന്നുള്ളൂ, അതിന് ശേഷം ബാക്കി അവിടെയൊക്കെ വേണമെന്നും പറഞ്ഞിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഐഡിയ ഉണ്ട്, അത് ഓണാണ്. അത് ഇതൊരു നമ്മുടെ മാസ്റ്റർ പീറ്റർ ഹെയിന് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ പുള്ളി ഇത്ര ഇൻട്രസ്റ്റോടുകൂടി ചെയ്ത മലയാളം പടം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവിടെ ഡിസ്ട്രിബ്യൂഷൻ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ മലയാളം റിലീസ് ചെയ്തതിന് ശേഷം കൊടുക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, ശ്രീധരൻ ഒരു പല ഇൻ്റർവ്യൂ ഇപ്പോൾ ലെന ചേച്ചി പറഞ്ഞാട്ടെ, വിഷ്ണുവിൻ്റെ പറഞ്ഞാട്ടെ, പീറ്റർ ഹെയിൻ പറഞ്ഞാട്ടെ, പ്രധാനപ്പെട്ട പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 ലൈനിൽ ഞങ്ങൾ വീണു എന്നുള്ളതാണ്. ഇപ്പോൾ സണ്ണി ലിയോണിനോട് പോയി കഥ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി കുറേ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ 1 ലൈനിൽ വീഴ്ത്തുന്ന പരിപാടി? അല്ല, നമ്മൾ അത്രയും ഇംഗ്ലീഷിലാണ് കഥ പറയണം, ഇംഗ്ലീഷിലാണ് കഥ പറയണം. പുള്ളിയുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴേ അവർക്കറിയാം ഇതിനോടൊന്നും ചോദിച്ചില്ല. ഞാൻ ട്രാൻസ്ലേറ്ററെ കൊണ്ടാണ് പോയത്. സീരിയസ്ലി ഞാനല്ല സണ്ണി ലിയോണിൻ്റെ കഥ. ഞാൻ അതിൽ കാണിച്ചൊരു ബ്രില്യൻസി എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഷീറോയിൽ കാണിച്ചത് ഞാൻ പ്രസൻറ്റിംഗ് ആണ്. നമ്മുടെ ഫസ്റ്റ് പ്രസൻറ്റിംഗ് ആണ് എപ്പോഴും അട്രാക്റ്റീവ് ആവുന്നത്. ഷീറോയിൽ ഞാൻ ഈ കഥ പ്രോപ്പറായിട്ട് ഒരു സിനോപ്സിസ് ആയിട്ട് എഴുതിയിട്ടാണ് പ്രസൻറ്റ് ചെയ്തത് ഫസ്റ്റ്. അപ്പോൾ ഇവരിത് വായിച്ചു, അതിൽ അവർക്ക് ആ ഒരു കിക്ക് കിട്ടിയത് കൊണ്ടാണ് അവർ നേരിട്ടിരിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷിൽ സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു തന്നെ കൊണ്ടുപോയി എഴുതിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഫുൾ എക്സ്പ്രഷൻ ഇടല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്ന് പോയി. ഫ്രണ്ടിലിരിക്കുന്ന സണ്ണി ലിയോണാണല്ലോ, ഇവൻ എത്ര നേരം വായിക്കും, ഇവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ അവർ പറഞ്ഞു ഒന്നുമില്ല, ഈ സിനോപ്സിസിൽ എഴുതിയത് അങ്ങനെ തന്നെയാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് അവരെ വെച്ചിട്ട് ആരും അത്തരത്തിലൊരു സിനിമ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും പറയാനും പോണില്ല. കാരണം അവരുടെ കേരള അവർ തന്നെ പറഞ്ഞ കാര്യം കേട്ടോ, അവരുടെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ ഫൈനൽ എഡിറ്റഡ് വെർഷൻ കണ്ടിട്ട് പുള്ളി പറഞ്ഞ കാര്യമാണ്. ഇതിനു മുമ്പും സണ്ണി ലിയോൺ വെച്ചിട്ടൊരാളും ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് പറഞ്ഞിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, അതിന് ശേഷവും അത് പറഞ്ഞിട്ടില്ല. അപ്പം അതാണ് ആ സിനിമയുടെ ഒരു ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഇടിയൻ ചന്തുലി 1 ലൈനിൽ പീറ്റർ ഹെയിനെ ഹുക്ക് ചെയ്യുന്ന സംഭവം എന്താ? ഇടിയൻ ചന്തുലി 1 ലൈനിൽ പീറ്റർ ഹെയിനെ ഹുക്ക് ചെയ്യുന്നതിന് മുമ്പ് വിഷ്ണു ഞങ്ങളൊരു ഇരുന്നായിരുന്നു ഈ ഇതിൻ്റെ പിന്നിൽ. ഞങ്ങളിരുന്ന് നന്നായി ഹോംവർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എത്തിയ ഒരു പ്ലോട്ടുണ്ട്. അപ്പം പുള്ളിയുടെ അടുത്ത് ജസ്റ്റ് നമ്മൾ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനൊരു ആശയം വരുന്നത്. എടാ പീറ്റർ ഹെയിൻ ഇങ്ങനെ ഒരു നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആശയം വരുന്നത്. അപ്പം ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ വളരെ പെട്ടെന്നായിരുന്നു പുള്ളി. അപ്പം എനിക്ക് തോന്നുന്നു കൽക്കിയുടെ ഇതിൻ്റെ ഷൂട്ടിങ്ങിൽ പുറത്തെവിടെയായിരുന്നു. അങ്ങനെ ഞാൻ വിളിക്കുന്നു പുള്ളിയോട്, ഏത് ലാംഗ്വേജ് പറയണം എന്താണെന്ന് അറിയില്ലല്ലോ, നമ്മൾ ഈ മൊത്തം അന്യഭാഷ ആൾക്കാരെ കൊണ്ടാണല്ലോ ജോലി എടുപ്പിക്കുന്നത്. അപ്പം ഏത് ഭാഷയിൽ പറയണമെന്നറിയില്ല നമ്മൾ. അപ്പോൾ പുള്ളി തമിഴ് കുറച്ച് പരിപാടി വർക്കാണെന്ന് മനസ്സിലായി, തമിഴിൽ ഞാൻ അവതരിപ്പിക്കുന്നു. പുള്ളി ഞാൻ വിളിക്കാം നമ്മുടെ ഫോൺ വെക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് പോയി, കയ്യിൽ നിന്ന് പോയി. കാരണം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, അങ്ങനെ ഒരു സോഴ്സിൽ നിന്ന് വിളില്ല, നമ്മൾ ഡയറക്റ്റ് വിളിക്കണമല്ലോ. നേരെ വൈകുന്നേരം ഒരു ടൈം തന്നു, ഞാൻ വിളിച്ചു. ഒരു പ്രാവശ്യം എൻ്റെ നരേഷൻ കേട്ടു. പുള്ളി ഓക്കെ ഞാനിപ്പോൾ വിളിക്കാം സർ, അവരുടെയൊക്കെ ഒരു ഇതാണ് ഡയറക്ടർ സാറിനെ പറയുള്ളൂ. പറഞ്ഞു. വൈകുന്നേരം 2ാമത് പുള്ളി വിളിക്കുന്നു, വീഡിയോ കോൾ വരുന്നു. പുള്ളി എഗൈൻ അപ്പം ഞാൻ ഈ പീറ്റർ ഹെയിനെ നേരിട്ട് കാണുന്നു, വീഡിയോ കോളിലൂടെ കാണുന്നു, നരേറ്റ് ചെയ്യുന്നു. പുള്ളി കേട്ടിട്ട് പുള്ളി പറഞ്ഞു ഐ എം ഓക്കെ, എനിക്കിത് കുറച്ച് പേഴ്സണലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് മനസ്സിലായില്ല. എനിക്ക് ഡേറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ മാനേജറോട് പറഞ്ഞിട്ട് ചെയ്തോളാം. ലൊക്കേഷനിൽ വന്നപ്പോഴാണ് പുള്ളിയുടെ പേഴ്സണൽ എന്താണെന്ന് നമ്മളോട് കുറേശ്ശെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഇതിൽ വിഷ്ണു ചെയ്ത ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ട്രോമയുണ്ട്. അവൻ്റെ ബാല്യത്തിൽ നടന്ന കുറേ ഇൻസിഡൻസ് ക്യാരി ചെയ്തിട്ട് ആ ഇൻസിഡൻസിൻ്റെ ഒരു ബ്രേക്ക് ആവുന്ന പോയിൻ്റാണ് നമ്മുടെ സിനിമയിൽ സ്റ്റോറിയായിട്ട് വരുന്നത്. പീറ്റർ ഹെയിൻ്റെ
ബാല്യത്തിലും ഞാൻ എഴുതി വെച്ച പല ഇൻസിഡൻസും നടന്നിട്ടുണ്ട് പുള്ളിയുടെ ലൈഫിലും. അപ്പോൾ പുള്ളിയുടെ അച്ഛൻ്റെ വെർഷൻ, പുള്ളിയുടെ അമ്മയുടെ വെർഷൻ, ഇതൊക്കെ പുള്ളിക്ക് പെട്ടെന്ന്, അപ്പോൾ പുള്ളി ഇമോഷണൽ ആയതാന്ന് ഈ നരേഷൻ കേട്ടിട്ട് പുള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ട്, എടാ നീ എൻ്റെ ജീവിതം എങ്ങനെയാടാ കോപ്പി അടിച്ച് വെച്ചത് സിനിമയാക്കി എഴുതിയത് പുള്ളി ചോദിച്ചിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതാണ് പുള്ളി ഇന്നാവാനുള്ള ഒരു പ്രധാന കാരണം. അവിടെ നിന്ന് പ്രൊഡ്യൂസർ ഇന്നാവാനുള്ള കാരണം എങ്ങനെയാണ്? നമ്മളെ വെച്ചിട്ട് ഇത് 300 സ്റ്റുഡൻസ്, ഒരു 400 പേരുണ്ട് സെറ്റിൽ. നമുക്ക് 16 ദിവസം ഇത്രയും പേര് വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് പ്രോസസ്സ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെയും വിഷ്ണുവിൻ്റെയും മാക്സിമം സൗഹൃദങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതാണ് നമ്മൾ ഒരു പ്രൊഡ്യൂസറായിട്ട് തന്നെ സിനിമയിലേക്ക് വരാൻ തീരുമാനിച്ചത്. ഒരു ഭാഗം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കോസ്റ്റിലേക്ക് പോകാനുള്ള എല്ലാ എലമെൻസും സിനിമയിലുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് നമ്മൾ അഭിനയിക്കുന്ന ഒരു പടത്തിലേക്കാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റിനെയും കൊണ്ടുവരുന്ന പോലെ അല്ല, നമ്മളും കൂടി പ്രൊഡ്യൂസറായൊരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാണ്. നമ്മളോട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആക്ടേഴ്സും എല്ലാ ടെക്നീഷ്യൻസും, ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ശ്രീതാരനും ഞാനും പ്രൊഡക്ഷനും കൂടി ചെയ്യുന്നതിൻ്റെ പേരിലാണ് എല്ലാവരും എക്കണോമിക്കലി എല്ലാം സഹകരിച്ചത്. വലിയ പൈസക്കല്ല ഒരുപാട്. ഇപ്പം ഇതിൽ ക്യാമറ വർക്ക് ചെയ്ത വിഘ്നേഷ് വാസു, പിന്നെ മനോജ് കുമാർ കടവിയൊക്കെ ബോളിവുഡിൽ മേടിക്കുന്ന ശമ്പളം, നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സിൻ്റെ ക്യാമറമാനാണ്. പുള്ളിയൊക്കെ മേടിക്കുന്ന ശമ്പളം, ഒരു ദിവസം ശമ്പളം പോലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ഒരു പെർ ഡേയുടെ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തന്ന, വിഘ്നേഷൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തന്നൊരു വലിയ ഫേവറുണ്ട്. അതാണ് ഈ സിനിമയിൽ ഏറ്റവും സന്തോഷകരമായ മൊമെൻറ്റ്സ്. വിഷ്ണു, ഈ സൗഹൃദത്തിൻ്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സിനിമകളിൽ തന്നെ നമ്മൾ ഈ മിമിക്രി താരങ്ങൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസിംഗ് ഷോട്ടുകളൊക്കെ കാണുന്നവർക്ക് വരെ ഡയലോഗ്സ് അല്ലെങ്കിൽ ഒരു മെയിൻ സെൻട്രിക് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാറുണ്ട്. ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്. അപ്പം ഇപ്പോൾ വെടിക്കെട്ടിൽ തന്നെ നിങ്ങളുടെ കൂട്ടായിട്ടുള്ള കുറേ പേരെ വീണ്ടും നിങ്ങൾ കൊണ്ടുവരുന്നു, ഒരുമിപ്പിക്കുന്നു. എത്രമാത്രം നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിൽ വിശ്വസിക്കുന്നുണ്ട്? ലൈക്ക് ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ, നമ്മളെ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരണം, അതിലെത്ര ബിലീവ് ചെയ്യുന്നുണ്ട്? കാരണം ഞാൻ ഭയങ്കര എവിഡൻ്റ് ആയിട്ടുണ്ട് കേട്ടോ സിനിമകൾ, എൻ്റെ സിനിമകളൊക്കെ തന്നെ അത് എവിഡൻ്റ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നമ്മൾ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് ഇതിന് പിന്നിലെന്ന്? അല്ല, നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടും നമുക്ക് വിശ്വാസമുള്ളതും കൊണ്ടാണ്. ഇപ്പം നമ്മളുടെ ഒരു സിനിമയിലും അഭിനയിക്കാത്ത വളരെ അടുത്ത സുഹൃത്തുക്കളും ഉണ്ട്, അവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനും പറ്റണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഭംഗിയായിട്ട് ചെയ്യുന്നത് നമുക്ക് വിശ്വാസമുള്ളവരെ മാത്രമാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഉൾക്കൊള്ളിക്കാനും പറ്റിയിട്ടുള്ളൂ. അല്ലാത്തയും ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഒരു അവസരം തന്നൂടെ എന്ന് ചോദിക്കണ ആയിരക്കണക്കിന് മെസ്സേജുകൾ കിടപ്പുണ്ട്. നമുക്ക് പക്ഷേ എങ്ങനെ വിളിച്ചിട്ട് എല്ലാവരെയും പിടിച്ച് അഭിനയിപ്പിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പം ഞാനപ്പോൾ അവർക്ക് തിരിച്ച് ഞാൻ കാണുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ ചെയ്യും. ഓഡിഷൻ വരുമ്പോൾ ഡീറ്റെയിൽസ് അയക്ക്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓഡിഷൻ ചെയ്യുന്നത് തന്നെ നമുക്ക് ഇന്ന ക്യാരക്ടറിന് ഒരാളെ വേണം. ബാക്കിയൊക്കെ ഓൾറെഡി ഉണ്ടാവുമല്ലോ. നമ്മൾ സ്ക്രിപ്റ്റ് ആകുമ്പോൾ തന്നെ അറിയാം ഇന്നത് ഇന്നയാൾക്ക് ചെയ്യിപ്പിക്കാം, ഇന്നത് അങ്ങനെ നമുക്കൊരു ധാരണ ഉണ്ടാവും ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ. അല്ലാതെ ഈ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും നമ്മുടെ കൂടെ ചെറുപ്പം തുടങ്ങി സ്റ്റേജ് പരിപാടിക്ക് നടക്കുന്നതും ചാൻസ് ചോദിച്ച് നടക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാലിബർ ഉണ്ടെന്ന് നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചില ഇതിലേക്ക് ഇങ്ങനെ അസൈൻ ചെയ്ത് പോകും അറിയാതെ. പക്ഷെ അതങ്ങനെയാണല്ലോ, അതിനിപ്പോൾ വേറെ പേരിട്ട് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ നമുക്കറിയണ ഒരാൾ ഇത് നന്നായിട്ട് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഈ ആള് ഈ ചേട്ടൻ കൊള്ളാം, ഈ സീൻ പുള്ളി പറഞ്ഞാൽ ഏക്കും, ഈ ഡയലോഗ് പുള്ളി പറഞ്ഞാൽ നല്ലതായിരിക്കും നമുക്ക് തോന്നുന്ന ആളെ നമ്മൾ എന്തായാലും വെക്കുമല്ലോ. അങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ല, ഞാൻ ബെൽറ്റ് നടത്തത്തിലൊന്നും ഉദ്ദേശിച്ചില്ല. അങ്ങനെ അതിങ്ങനെ ഒരു ആംഗിളും കൂടി ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ വേറെ പടങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട് അവരെന്തോ ഒരു ബെൽറ്റാണ്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഇതാണ്. അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരാളെ വെക്കുന്നതല്ലേ, അതല്ലേ അതിന്റെ ശരി. ഇപ്പം നാളെ നിങ്ങളൊരു സിനിമ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അതിൽ അക്കോമഡേറ്റ് ചെയ്യുക, അല്ലേ? തീർച്ചയായും. അപ്പം ഇപ്പോൾ റൈറ്റിംഗിലേക്ക് വരികയാണ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ സ്വപ്നമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആദ്യമേ വിഷ്ണുവിൻ്റെ തന്നെയായിരുന്നു കാസ്റ്റിലേക്ക്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. കാരണം ഞാൻ വിഷ്ണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. കട്ടപ്പനയിൽ സലീം കുമാറിന് വേണ്ടി, സലീമിന് വേണ്ടി എഴുതുന്ന ഡയലോഗ്
സലീമേട്ടൻ്റെ മീറ്ററിൽ എഴുതി ആണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ സലീമേട്ടന് പക്കയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ആയിരുന്നു ഇതിലും ലൈക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് നായകൻ. അതായിരുന്നു വേറൊരു ഹൈലൈറ്റ്. ഞാൻ വിഷ്ണുവിൻ്റെ കഥ പറഞ്ഞു, കഥ കേട്ടു, നമുക്ക് ചെയ്യാം ചേട്ടാ, നമ്മൾ പ്ലാൻ ആക്കാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് കഥ പറയുമ്പോഴേ ഈ കഥാപാത്രത്തിൻ്റെ പെർഫോമൻസിനെ പറ്റി ആയിരിക്കുമല്ലോ നമ്മൾ ബ്രീഫ് ചെയ്യുന്നത് മുഴുവനും. അല്ലാണ്ട് എൻ്റെ ഒരു കഥ പറച്ചിലിൻ്റെ ശൈലി വെച്ചിട്ട് ഞാൻ ഈ ലെയറുകൾ പറഞ്ഞിട്ടാണ് കഥ പറയുന്നത്. അതാണ് നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത്. ഈ ലെയറുകൾ ആദ്യമേ നമ്മൾ പറയുമ്പോഴേക്കും പെട്ടെന്ന് ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ പറ്റും കേൾക്കുന്ന ആൾക്ക്. അപ്പോൾ ഈ ലെയറുകൾ പറഞ്ഞ് കഥ പറഞ്ഞ് പരിപാടി പിടിക്കാന്നുള്ള ധാരണ എത്തിയിട്ട് ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതിൽ, എല്ലാം കൂടി നിനക്ക് ഈ പടത്തിലോട്ട് 1.5 പേജ് ഡയലോഗേ കാണുള്ളൂ. അപ്പോൾ വിഷ്ണു തന്ന ഒരു റിഫ്ലക്ഷനുണ്ട്. അതായത് നല്ലതല്ലേ ചേട്ടാ, സാധാരണ സിനിമയിൽ നായകൻ നിന്നിട്ട് ഫുൾ ഡയലോഗ് പറഞ്ഞ് പോവുക, ഇതൊരു പടം മൊത്തം വർക്ക് ചെയ്തിട്ട് ഒരു 1.5 പേജ് ഡയലോഗേ ഉള്ളൂ. അപ്പം അതൊരു വലിയ ടാസ്ക്കാണ്. സീരിയസ്ലി അത്രേ ഉള്ളൂ. കുറച്ചും കൂടി ചെറുതാക്കി എഴുതിയ 1 പേജ് അല്ല ഇത് എടാ ഇത് ഒരുപാട് ഡയലോഗ് പറയുന്ന ക്യാരക്ടർ അല്ല. ക്യാരക്ടറൈസേഷനിലൊരു പ്രത്യേകതയുണ്ട്. ഓരോ ക്യാരക്ടറിനും അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, വളരെ ഡെപ്ത് ഉണ്ട്. ഇപ്പൊ ലെന ചേച്ചിയുടെ ക്യാരക്ടർ എൻ്റെ ഒരു ആംഗിളിൽ നോക്കിയാൽ ലെന ചേച്ചിയാണ് ഈ സിനിമയിലെ നായികയെന്ന് തോന്നുന്നു, അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ജേണി ഉണ്ട്. അവരുടെ ഭർത്താവ് പോലീസ് ഓഫീസറാണ്, അയാളൊരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ അയാളെ കൊണ്ട് അവർക്കൊരു ട്രോമയുണ്ട്. അവരുടെ മകനായ എൻ്റെ ചന്തുവിനൊരു ട്രോമയുണ്ട്. അപ്പോൾ ഇത് ക്യാരി ചെയ്യുന്ന ക്യാരക്ടറാണ് എൻ്റെ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അവൻ്റെ വളർച്ചയിലുണ്ടാവുന്ന സ്കൂളിൽ നിന്നുണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ തുടർന്ന് സ്കൂളിൽ നിന്ന് ഡിസ്മിസലാവുന്നതും TC കൊടുത്തു വിടുന്നതും, പല സ്കൂളുകൾ മാറി ഇവന് പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടായിട്ട് 22 വയസ്സായിട്ടും +2 കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഇയർ 22nd ഏജിലാണ് നമുക്ക് +2 സ്കൂളിൽ നിന്ന് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ അങ്ങനെ എഴുതേണ്ടി വരും എക്സാം. അപ്പോൾ ആ ലാസ്റ്റ് വർഷമാകുമ്പോൾ ഈ പഴയ അമ്മയുടെ പഴയ തറവാട്ട് വീട്ടിൽ കൊണ്ടു നിർത്തി അവിടുത്തെ സ്കൂളിൽ ചേർത്തിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് ഈ എക്സാം പാസ്സായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു ടാസ്ക് ഏൽപ്പിക്കുന്നിടത്താണ് പടം തുടങ്ങുന്നത് ആക്ച്വലി. പക്ഷേ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, അത് ക്യാരി ചെയ്യുക. അങ്ങനെ ഒരു ട്രോമ ക്യാരി ചെയ്യുന്ന ക്യാരക്ടറാണ് ചന്തു ആണെങ്കിലും ചന്തുവിൻ്റെ അമ്മയായിട്ടുള്ള ഇന്ദു ആണെങ്കിലും. ഇതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ ഒരു ബാക്ക് സ്റ്റോറിയും നല്ല ഡെപ്തും ഉണ്ട്. ആ ലെയേഴ്സൊക്കെ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാച്ചിങ്ങിൽ നമുക്കത് എല്ലാം ടച്ച് ചെയ്യും. ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, മീൻസ് ക്യാരക്ടറല്ല, തൊമ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അത് അഭിനയിച്ചിട്ടുള്ള ഗോപികൃഷ്ണനാണ്. തിരികെ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ്. ജയശ്രീ ജോണിച്ചേട്ടൻ്റെ മോനായിട്ടാണ് ഗോപികൃഷ്ണനും ജയശ്രീ മോളായിട്ടും. അപ്പോൾ അവരുടെ ഫാമിലിയുടെ ഒരു കഥ ഉണ്ട്. വിദ്യ വിജയകുമാർ അഭിനയിച്ചിട്ടുണ്ട്. ഒരാംഗിൾ നോക്കിയാൽ വിദ്യയാണ് ഈ സിനിമയുടെ ഹീറോയിൻ, ഒരാംഗിളിൽ ജയശ്രീയാണ് ഈ സിനിമയുടെ ഹീറോയിൻ. അങ്ങനെ പല ലെയേഴ്സ് ഇതിലുണ്ട്. പക്ഷേ ഇതിൽ എത്ര സീനുണ്ടോ ഫുൾ സീനിലുള്ളൊരു ക്യാരക്ടറാണ് ചന്തു. അപ്പം ഇത്രയും സീനിൽ ഡയലോഗിലുണ്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല, അതൊരു സണ്ണി ലിയോണിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഇന്നുവരെ കാണാത്തൊരു സണ്ണി ലിയോൺ, ഇതുവരെ ഇങ്ങനത്തെ ഒരു കഥ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് എല്ലാ സീനിലും ഉണ്ട്, എല്ലാ സീനിലും പെർഫോമൻസും ഉണ്ട്, പക്ഷെ ഡയലോഗ് ഇല്ല. അല്ലാണ്ട് ഇമോഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ല അതുകൊണ്ടൊരു സംശയം ചോദിക്കുക. ഇപ്പം നമ്മളൊരു മാസ് ആക്ഷൻ സിനിമകളിലൊക്കെ വരുമ്പോൾ പണ്ട് തൊട്ടുള്ളൊരു ടെംപ്ലേറ്റിൻ്റെ പുറത്ത് ചോദിക്കുന്നതാണ്, ഈ അടി കഴിഞ്ഞ് വില്ലൻ്റെ മുഖത്ത് നോക്കി ഒരു 5 ഡയലോഗ് പറയണം, അല്ലെങ്കിൽ ഒരു പ്രജ സിനിമയെ പോലെ ഒരു 1.5 പേജ് ഡയലോഗ് അല്ലെങ്കിൽ 2 പേജ് ഡയലോഗ് ഒരു സീനിൽ കാണാം. ഇതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ടെംപ്ലേറ്റ്. അപ്പം ഇതൊരു 4 ഫൈറ്റോളം ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. എന്നിട്ട് സിനിമയിൽ മൊത്തമായിട്ടൊരു പേജ് മാത്രമേ ഡയലോഗ് ഉള്ളെന്ന് പറയുമ്പോഴുള്ള ഒരു കൗതുകത്തിന്റെ പുറത്താണ് ഞാൻ ചോദിക്കുന്നത്. അതെന്താണ് പീറ്റർ ഹെയ്ൻ ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം? ഓക്കെ, പീറ്റർ ഹെയ്ൻ ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം അതാണ്. കാരണം പുള്ളി ഈ അടി കഴിഞ്ഞ് 5 ഡയലോഗ് പറയണ സാധനം ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്ക് കിട്ടിയപ്പോൾ പുള്ളി നേരെ ഇല്ലാത്തടത്തുനിന്ന് ടൈം ഉണ്ടാക്കി പുള്ളി ഒന്ന് ചെയ്തു എന്നുള്ളതാണ്. അതെ, പീറ്റർ ഹെയ്ൻ വരുമ്പോഴേ പുള്ളിയുടെ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള അടിയാണ്. ഇപ്പൊ പുലിമുരുകനിൽ പോലും ക്ലൈമാക്സിൽ അത് കാടാണ് ഒരു ആണെങ്കിൽ പോലും അതിനകത്തൊരു സ്റ്റൈലുണ്ട്. ഇതിനകത്ത് ഭയങ്കര റോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ടീസർ കണ്ടില്ലേ, അതിൽ വിഷ്ണു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ +2 പിള്ളേരുടെ അടി. ശരിക്കും അത് ഞങ്ങളുടെ മൈൻഡിൽ ആദ്യം ഉണ്ടായത്, നീ പീറ്റർ ഹെയ്ൻ്റെ അടി കണ്ടിട്ടുണ്ടാ?
നല്ല നാടനടി. അതായിരുന്നു ഡയലോഗ്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അല്ല, നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. Okay, fine. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് നീ പീറ്റർ ഹെയിൻ്റെ അടി ഉണ്ടാ നല്ല നാടനടി. അതാണ് ഈ പടത്തിന്റെ വേറൊരു ടാഗില്. ഓക്കെ. വിഷ്ണു പറയുന്നത് പ്ലസ് 2 പിള്ളേരുടെ അടി ഉണ്ടാ നല്ല നാടനടി. അപ്പം ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം. നമ്മളാരും കണ്ടിട്ടില്ല പീറ്റർ ഹെയിൻ്റെ ഒരു നാടൻ എങ്ങനെയാണ്. അത് നമുക്ക് ഈ പടത്തിലൂടെ കാണാം. അതാണ് ഇതില് ഈ പറഞ്ഞ പോലെ പഞ്ച് ഡയലോഗോ മാസ് ഹീറോയോ പറന്നിടിയോ പരിപാടിയോ ഒന്നുമല്ല. ഇതിൽ ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറിനെ അടിച്ച് വീഴ്ത്തിയാലും ഈ ചന്തുവിൻ്റെ ഒരു സ്വഭാവവും ഇതും വെച്ചിട്ട് അവൻ പോയിട്ട് അമ്മയുടെ പുറകിൽ വിളിച്ചിരിക്കണ പോലെ അങ്ങനത്തെ പരിപാടിയാണ്. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോണില്ല. വിഷ്വലി കുറച്ച് ക്ലൂസ് ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ പറഞ്ഞതാ. അത് ട്രെയിലർ ഇറങ്ങുമ്പോൾ മാറിക്കോളും. ട്രെയിലറിൽ എന്താണ് ഇതിൻ്റെ ഇപ്പം ഞങ്ങൾ പറഞ്ഞ ഇമോഷൻ സാധനങ്ങൾ കുറച്ച് ട്രെയിലറിൽ വരും. ട്രെയിലറിലുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു കാര്യം, വെടിക്കെട്ടിലെ പെർഫോമൻസ് ഉണ്ട്, അടിഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒരു കാര്യം ഇപ്പോഴേ ഞാൻ ആദ്യം പറയും, കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഈ സിനിമ വെടിക്കെട്ടിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് വിഷ്ണുവേട്ടന് കുറച്ച് മാസമായിട്ടുള്ള ഷോർട്സ് ഒക്കെ ഉണ്ടാണ്. അപ്പോൾ ഈ ശരീരം വെച്ച് എന്ത് കാണിക്കാനാണ് ചോദിച്ചെടുത്ത് നിന്ന് സിനിമ കണ്ടിട്ട് ഉൾട്ടയടിച്ച റെസ്പോൺസുകളുണ്ടായിരുന്നു. അത് വിഷ്ണു ചെയ്ത് വെച്ചേക്കുന്നത് എന്നെ റിവ്യൂസ് ഉൾപ്പെടെയുള്ളവരാണ്. ഈ മാസ് റോളുകൾ നമുക്കും കൊണ്ടുവരാൻ പറ്റും. ഞാൻ ചന്തുവായിട്ട് കണക്റ്റും കൂടെ ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ഈ നമുക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണമല്ലോ, അത് ഫീൽ ചെയ്യും. കാരണം ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റീരിയോ ടിപ്പിക്കൽ മോഡൽ സംഭവം ഉണ്ട് എന്ന് പറയുന്നൊരു സംഭവം. പിന്നെ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നതും കോമഡി റോളുകളും കൂടിയാണ്. അപ്പം നമ്മൾ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നാനുള്ളൊരു പ്രചോദനം എന്താ? അല്ല, അതിനുള്ള ഉത്തരം ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഇതിലങ്ങനത്തെ ഒരു മാസ് പരിപാടിയോ ഇതിലല്ല, ഞാൻ വെടിക്കെട്ടിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ ആ കമൻ്റ് ഇട്ടവരെ നമുക്കൊന്നും തെറ്റു പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തന്നെ ആ തോന്നലുള്ളതാണ്, ഞാനെന്ത് കാണിക്കാനാണെന്നുള്ളത്. പക്ഷെ അത് ബിബിനാണ് അതിൻ്റെ ഒരു ഫുള്ള്, എടാ നീ അത് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ ബിബിനാണ് ഫുള്ള് ധൈര്യം പകർന്ന ആള്. മീൻസ് അവൻ്റെ ആ ഒരു ഉറപ്പിലാണ്. ഇപ്പം ഞാൻ കയറി ചെയ്യാന്ന് പറഞ്ഞിട്ട് ബിബിൻ അത് വേണോ എന്ന് ചോദിച്ചാൽ ജന്മം നടക്കൂല അങ്ങനെ ഒരു പരിപാടി. അപ്പം ഞാൻ എടാ അത് ശരിയാവില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണതും. അത് ചിലപ്പോൾ എടുക്കൂല, വർക്കായില്ലെങ്കിലോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായി. പക്ഷെ ബിബിന് എന്നെക്കാളും ഉറപ്പായിരുന്നു ഞാൻ ചെയ്താലും അത് നന്നാവും എന്നുള്ളത്. അപ്പം അവൻ്റെ ധൈര്യത്തിലാണ് അത് തുടങ്ങിയത്. ഓക്കെ. ഈ ഒരു നിർമ്മാതാവിൻ്റെ റോൾ രണ്ടുപേരും കൂടെ വരുന്നൊരു പെർസ്പെക്റ്റീവിൽ വരുമ്പോഴേക്കും എങ്ങനെയുണ്ട് പുതിയ ട്രാക്ക്? എന്തൊക്കെയാണ് നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ തൊടാത്ത ഏതൊക്കെ മേഖലകൾ നിങ്ങൾ ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുകയാണ്? ഫൈറ്റ്. എൻ്റെ വിഷ്ണു ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു പടത്തിലും ഫൈറ്റ് ഇല്ല. ഇതിലാണ് ഫസ്റ്റ് ഫൈറ്റ് വരുന്നത്. പ്രൊഡ്യൂസർ റോൾ നിങ്ങൾ രണ്ടുപേരും കാശ് മുടക്കി വെച്ചേക്കാണല്ലോ ഈ സിനിമയിൽ. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു യാത്രയിൽ റിലീസിന് തൊട്ട് മുമ്പ് വരെയുള്ള ടെൻഷനും കാര്യങ്ങളും നല്ല അതൊരു അടിപൊളിയാണ്. പ്രോസസ്സാണ് മൊത്തത്തിൽ. എന്ന് വെച്ചാൽ നമ്മളെ സിനിമയുടെ എല്ലാ മേഖലകളിലും ഇൻവോൾവ് ആകേണ്ടി വന്നിട്ടുണ്ട് ഇതിനു മുൻപ് ചെയ്ത സിനിമകളുടെയൊക്കെ ഭാഗമായിട്ട്. എന്ന് വെച്ചാൽ ഞാനൊരു ആക്ടറായിട്ടാണ് ചെറുപ്പം തുടങ്ങിയുള്ള ആഗ്രഹവും, ആക്ടറായിട്ടാണ് പല സിനിമയിലും വർക്ക് ചെയ്തിട്ടുള്ളതും, നമ്മൾ എഴുതിയ സിനിമകളും ഉണ്ട്. അപ്പം അതിലൊക്കെ ആ ജോലി മാത്രമല്ലാതെ നമ്മൾ ആ സിനിമയുടെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവാനുള്ള അവസരം കിട്ടിയെന്നും പറയാം. അങ്ങനത്തെ ഒരു അതാണ് നമ്മുടെ ഒരു സ്കൂള്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് പ്രോസസ്സിലൂടെ ഈ സിനിമയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്തവണ നമുക്ക് പുതിയതായിട്ടൊരു റോളും കൂടി കിട്ടിയാൽ ഒരു അഡ്രസ്സും കൂടിയായി പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് സംസാരിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള സ്റ്റേജിലേക്കൊക്കെ അതൊന്നും നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യം. അപ്പം അതിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ പ്രോസസ്സ്. അതിലേക്ക് എത്തുമ്പോൾ ഭയങ്കര സ്കൂൾ. പിന്നെ ആ ഫേസ് മാത്രമല്ലടാ, വേറൊരു ആംഗിൾ കൂടി ഉണ്ട്. അതായത് നമ്മളിപ്പം ഒരു പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ അവരുടെ അണ്ടറിൽ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ചില ഏരിയയിൽ ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് ഒരു ഫോഴ്സുകളുണ്ടാവും. ഇതിൽ ഇപ്പോൾ വിഷ്ണുവിനാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മളും കൂടെ എടുക്കേണ്ട തീരുമാനമുള്ളൂ. ഈ പരിപാടി ഇങ്ങനെ വെക്കാം ഫൈനൽ ഇത്. അപ്പോൾ വേറൊരാളുടെ മറുപടിക്ക് വേണ്ടി നമുക്ക് കാത്തിക്കണ്ട.
നമുക്കിങ്ങനെ നമ്മുടെ ക്രിയേറ്റീവ് സ്പേസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്, ഫിനാൻഷ്യൽ സ്പേസ് അല്ല. ക്രിയേറ്റീവ് സ്പേസിനെ പറ്റി നമുക്ക് കുറച്ചും കൂടി തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ സിനിമ 2 മണിക്കൂർ 2 മിനിറ്റ് ഉള്ളൂ, 2 മണിക്കൂർ 2 മിനിറ്റ് ഉള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ അതാണ് അതിൻ്റെ ഒരു ഇത്. മറ്റതങ്ങനെയല്ല, ചിലപ്പോൾ പറയും എല്ലാം 2.5 മണിക്കൂർ വേണം സിനിമ, കണ്ടന്റ് ഇത്ര വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ക്രിയേറ്റീവായിട്ട് ഭയങ്കര ഒരു സുഖം അവിടെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാം, പ്രത്യേകിച്ച് 2 ഘട്ടത്തിൽ. അത് ഞങ്ങൾക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ മതി, അതായത് ഇങ്ങനെയാണ് അവരോട്. ഇപ്പം ഷെഫീഖിനോട് സുബൈറിനോടൊക്കെ പറഞ്ഞാൽ, റൈസിക്കിനോടൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവർ നമ്മുടെ സ്വപ്നത്തിൻ്റെ പുറകെ യാത്ര ചെയ്യല്ലേ. മനസ്സിലായി. പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇത് വേറെ, നമ്മൾ ഡയറക്ടറുടെ ഇത് വേറെ, റൈറ്ററുടെ ഇത് വേറെ, അങ്ങനെയില്ല. നമ്മളെല്ലാവരും എല്ലാം ആയതുകൊണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ചില സീനൊക്കെ കൺസീവ് ചെയ്യുന്ന നേരത്തെ ഇപ്പം ഇവൻ നല്ല റൈറ്ററാണ്, ഇതിൻ്റെ അസോസിയേറ്റ് റൈറ്ററായിട്ട് വർക്ക് ചെയ്തേക്കുന്നത് ബിനു തൃക്കാക്കയാണ്. അപ്പോൾ അവൻ നല്ല അമ്മേനിമിസടകനൊക്കെ എഴുതിയ നല്ല റൈറ്ററാണ് ഇവരോട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു സാധനം സീൻ കമ്പോസ് ചെയ്ത് വരുമ്പോൾ അവിടെ ഇങ്ങനൊരു സാധനം പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു ചർച്ച അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നിങ്ങൾ 3 പേര്, ഇപ്പം ബിനു ചേട്ടൻ ഉൾപ്പെടെ എടുക്കുകയാണെങ്കിൽ ഹ്യൂമർ സിനിമകൾ ചെയ്തിരുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾ 3 പേരും കൂടി ഒരു ആക്ഷൻ സിനിമ ചെയ്യുമ്പോഴേക്കും അതിനകത്ത് ഹ്യൂമർ എലിമെന്റ്സ് ഉണ്ടോ? കൗതുകം കൊണ്ട് ഉണ്ടോ? ഹ്യൂമർ ഉണ്ട്. ഈ തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കൗണ്ടർ ഹ്യൂമറുകൾ അങ്ങനത്തെ പരിപാടികളില്ല. സാഹചര്യങ്ങൾ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. അതൊരു പ്ലസ് ആയിട്ട് വന്നേക്കുന്നതാണ്. അതെ, ചിരിക്കാനുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അത് ഒരു പ്ലസ് ആണ്, അല്ല തമാശ പടം അല്ല ഒരിക്കലും. ഇല്ല, നമ്മൾ അങ്ങനത്തെ ഒരു പോസ്റ്റ് പോലും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോഴേ, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കിയിട്ട് ഞാൻ ചോദിച്ചത് ഒറ്റ കാര്യം. ജൂലൈ 19 റിലീസിനെത്താണ്. അപ്പം നമ്മളിപ്പം വരുന്ന സിനിമകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ഇപ്പോൾ മലയാള സിനിമകൾ ഉൾപ്പെടെ ഉള്ളതാണെങ്കിൽ തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് തരുന്ന ഒരു ബൂസ്റ്റ് എത്രമാത്രമാണ്? ഇപ്പം സിനിമകൾ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്, നേരത്തെ പോലെ ആളുകൾ വരുന്നില്ല എന്നുള്ള പരാതി ഒന്നും ഇല്ല, ഒന്നും എല്ലാത്തിനും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അത് തരുന്ന ബൂസ്റ്റ് എത്രയാണ്? പ്രത്യേകിച്ച് നിങ്ങൾ പ്രൊഡ്യൂസേഴ്സും കൂടിയാണ്, അതും കൂടെ വെച്ചിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് അല്ല, നമ്മൾ ഏറ്റവും റൈറ്റ് ടൈമിലാണെന്നുള്ള ഒരു പോസിറ്റീവ് സൈൻ നമുക്കുണ്ട്. ഞങ്ങളും പടത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾ ഔട്ടിൽ വളരെ ഹാപ്പിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് വേണമല്ലോ. നമ്മളിങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയായില്ല എന്നുള്ള വിഷമത്തിലാണെങ്കിൽ കാര്യമില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്, നന്നായിട്ടുണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പ്രേക്ഷകർ ഇത് കാണുക എന്നുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എല്ലാവരും വന്ന് കാണട്ടെ. അല്ല, ഒരുപാട് ഘടകങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഒരു ടീസർ കണ്ടന്റാണ് പുറത്തു വിട്ടേക്കുന്നത്. ഇപ്പോൾ ഒരു പ്രൊമോ സോങ് ഇപ്പോൾ പുറത്തു പോകുന്നു. ഡബ്സി, ദീപക് ദേവേട്ടൻ്റെ സിനിമയിലുള്ള എൻട്രിയൊക്കെ പീറ്റർ ഹെയ്ൻ്റെ എൻട്രി പോലത്തെ വേറൊരു പരിപാടിയായിരുന്നു. നമ്മൾ ഇത് ഈ ഫൈറ്റ് പരിപാടിയാണല്ലോ, ആരെക്കൊണ്ട് സ്കോർ ചെയ്യിക്കുന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടാലും അറിയാം സ്കോർ ആരാണെന്ന് വെച്ചിട്ടില്ല. ആദ്യമേ എടുത്തൊരു തീരുമാനമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ട് ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പടം ചെയ്യണം, ഇന്ന മാസമാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് പറയുമ്പോൾ അയ്യോ തിരക്കാണെന്ന് പറഞ്ഞാൽ എന്തായാലും ഒഴിയുള്ളൂ. കാരണം അതങ്ങനെയാണ്. ഫ്രീ ആയിട്ടുള്ളവരെ, മെയിൻ ലീഡായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആരും ഫ്രീ ആയിട്ട് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ കരുതിയെന്ന് പറഞ്ഞാൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റ് ലോക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും പ്രഗത്ഭനായ മ്യൂസിക് ഡയറക്ടർ റിസ്ക് ഒന്നുമില്ല. നമുക്ക് ഇത് കഥ പ്ലാൻ ചെയ്യുന്ന സമയം തുടങ്ങി നമുക്കൊരു ധാരണ ഉണ്ടല്ലോ, ഇത് എടുത്തു വരുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് ധൈര്യം. അല്ല, ഞാൻ ആ റിസ്ക് അല്ലേ ചോദിച്ചത്, അങ്ങനെ അവൈലബിൾ ആവണം. അതാ ഞാൻ പറഞ്ഞത്, മിനിമം ക്വാളിറ്റി സാധനം ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇതെന്തായാലും എനിക്ക് ചെയ്യാൻ തോന്നിപ്പിക്കാന്നുള്ളത്. ഷീറോയില് പരീക്ഷിച്ച് വിജയിച്ചതാ ഈ പരിപാടി. ജിബ്രാനാണ്, രാക്ഷസനൊക്കെ ചെയ്ത് ജിബ്രാനാണ് സ്കോർ ചെയ്തേക്കുന്നത്. ഞാൻ ഇതുപോലെ തന്നെ ഫുൾ എഡിറ്റഡ് വെർഷനായിട്ട് നേരെ ചെന്നൈ പോയി ജിബ്രാൻ്റെ ഓഫീസിൽ കൊണ്ടിട്ട് ലാപ്ടോപ്പ് തുറക്കുന്നു, കാണിക്കുന്നു. അവർക്കപ്പം ഒരു ഫുൾ തീർന്ന സിനിമ ഭയങ്കരമായിട്ട്. ഇപ്പോൾ ദീപക്കേട്ടൻ ഈ പടം നമ്മൾ കാണിച്ചിട്ട് കണ്ടിട്ട് വിളിച്ചിട്ട് ഞങ്ങളോട് ഒരു അരമണിക്കൂർ സംസാരിച്ചു. എനിക്ക് ഏറ്റവും ആദ്യം ഈ സിനിമ വർക്കായി എന്ന് ഫീൽ ചെയ്തത് അവിടെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇരുന്നിരുന്ന് നമ്മുടെ ജഡ്ജ്മെൻറ്റ് പോകുമല്ലോ. പുള്ളി നമ്മളെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതെല്ലാം പുള്ളി ആ വിഷ്വലിലൂടെ കണ്ട് റീഡ് ചെയ്തിട്ട്, ഒരു മ്യൂസിക്കോ ഒന്നുമില്ലാത്ത ഒരു ഡബ്ഡ് കോപ്പിയിൽ കണ്ട് റീഡ് ചെയ്തിട്ട് നമ്മളോട് പറയുകയാണ് അവൻ്റെ ക്യാരക്ടർ ഇതാണ്, ഇങ്ങനത്തെ ഇമോഷൻസ് എല്ലാം ക്യാരി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓക്കെ
അപ്പം അവിടെ നിന്ന് പുള്ളി എടുത്തൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, നമ്മളെ പുള്ളി വന്നൊരു വരവ്. അപ്പം ഇങ്ങനെ കുറേ ഘടകങ്ങൾ ഈ സിനിമയിലേക്ക് വന്നു. ഇപ്പോൾ വിഷ്ണുവിനെ പറ്റി ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ്റെ ഏറ്റവും ജനങ്ങൾ ശ്രദ്ധിച്ച കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ വിതരണത്തിനെടുത്ത അതേ ടീമാണ് ഈ സിനിമ നമുക്ക് വേണ്ടി തിയേറ്ററിൽ എത്തിക്കുന്നത്, അനുപേട്ടനും കാസ്കലാസൊപ്പം. അപ്പോൾ ഈ വളരെ ചുരുക്കം കണ്ടൻറ്റുകൾ പുറത്ത് വിട്ടിട്ട് തന്നെ ഇവർ തരുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ, തിയേറ്ററുകാരൊക്കെ തരുന്ന സപ്പോർട്ട്, അതൊക്കെ തന്നെയാണ് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ്. ആ ഒരു ചോദ്യം വെച്ചിട്ട് ഞാൻ എൻ്റെ ചെയ്യിക്കാം. ഈ കുറച്ച് ദിവസം കൂടി റിലീസിനുള്ളൂ, മിനിമം കണ്ടൻറ്റ് പുറത്ത് വിട്ടിട്ടുള്ളൂ എന്ന് സംവിധായകനും പറയുന്നു. എത്ര കണ്ടൻറ്റ് കൊടുത്താൽ പോലും ചിലപ്പോൾ ആളുകളിലേക്ക് അത് എത്തണോ വേണ്ടോ എന്നുള്ളൂ ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുക. കാരണം അത്രമാത്രം കണ്ടൻസ് സോഷ്യൽ മീഡിയ തന്നെ ഉണ്ട്. ഈ മിനിമം കണ്ടൻറ്റ് മതി, ഇതുവരെ ഇത്രയും മതി എന്നുള്ളൊരു തീരുമാനം, ആ ഒരു ഡിസിഷൻ എന്താണ്? വിട്ട കണ്ടൻറ്റുകളെല്ലാം പ്രേക്ഷകർക്ക് ഹാപ്പിയാണെന്നുള്ളത് തന്നെയാണ്. നമ്മൾ കുറേ കൊടുക്കുന്നതിനേക്കാളും കാരണം എന്താ വെച്ചാൽ വിഷ്ണുവിനെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ടീച്ചറിലാണെങ്കിലും ടീച്ചറൊക്കെ കണ്ടിട്ട് ഒരുപാട് സീനിയറായിട്ടുള്ള ഡയറക്ടേഴ്സും എല്ലാവരും, ഇപ്പോൾ ഷാഫി സാറ് ഉൾപ്പെടെയുള്ളവരും വളരെ നല്ല കമൻറ്റ്സ് പറഞ്ഞു. അപ്പം ഈ വന്ന സാധനങ്ങളുടെ ഒരു ടോട്ടാലിറ്റി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഓഡിയൻസ്. തിയേറ്റർ പടമാണ്, ഞങ്ങൾ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഇത് തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ്. തിയേറ്ററിൽ സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അത് സ്കൂളിലാവട്ടെ പ്ലസ് ടുവിലാവട്ടെ എഞ്ചിനീയറിംഗ് കോളേജിലാവട്ടെ യൂണിഫോം ഇട്ടിട്ടുള്ള ഒരാൾ പടം വന്ന് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ നിന്ന് കൊണ്ടുപോകാനുണ്ടാവും. ഇമോഷൻ വൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാലഘട്ടത്തെ ടച്ച് ചെയ്യും പടം. അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ഹാപ്പിയാണത് വർക്കായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ്. ബാക്കി മലയാളി പൊളിയാടാ, അവർ പറയട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തുടങ്ങി ഞാൻ ഇതിൽ നോക്കണേ, ഇപ്പം തന്നെ 3 ബ്രേക്കിംഗ് ന്യൂസുകൾ കഴിഞ്ഞു. അപ്പോൾ കണ്ടൻറ്റ് വിടുന്ന കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പടത്തിൻ്റെ ഒരു കണ്ടൻറ്റ് വിട്ടാൽ അതിന് എത്ര നേരം ആയുസുണ്ടെന്നുള്ളത് കൂടി വിഷയമാണ്. അപ്പോൾ നമ്മൾ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് അങ്ങോട്ട് ബാക്കി കണ്ടൻറ്റുകൾ പുറത്തു വിടാമെന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു പ്ലാൻ. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് ഞങ്ങൾ പൂജയുടെ എന്നാണ് ഫസ്റ്റ് പോസ്റ്റർ വിട്ടത്. അതിനുശേഷം പിന്നെ ഒരു സാധനം വിടുന്നത് ഇപ്പോഴാണ്. ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടീസർ വരുന്നതും അതിന് ശേഷമുള്ള ഒരു പോസ്റ്റർ ഇറങ്ങിയതും. ഇനിയിപ്പോൾ നാളെ നമ്മൾ അടുത്ത സാധനം പാട്ട് വിടുകയാണ്. പിന്നെ റിലീസ് തൊട്ട് മുമ്പ് ട്രെയിലറും വിടും. അതെ, ആ പടത്തിൻ്റെ ട്രെയിലർ ഉറപ്പായിട്ടും. എന്താണ് സിനിമ, നിങ്ങൾ എന്ത് കാണാനാണ് വരേണ്ടതെന്ന് അവരോട് പറയണമല്ലോ. നേരത്തെ ഇട്ട് ഇനി മറന്നു പോയാലാണ്. അതന്നെ, നിങ്ങൾ എക്സ്ക്ലൂസീവും ബ്രേക്കിംഗ് ന്യൂസൊക്കെ കടിച്ചിട്ട് ലാസ്റ്റ് ഡേ റിലീസ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം വന്നതിൽ, സിനിമയെക്കുറിച്ച് സംസാരിച്ചതിലൊക്കെ തന്നെ. അപ്പോൾ ഇടിയൻ ചന്തു തിയേറ്ററിലേക്ക് ഇടിച്ചു വരട്ടെ, ജനങ്ങൾ ഇടിച്ചു കയറി വാ. എന്തായാലും വളരെ സന്തോഷം വിഷ്ണു ഏട്ടാ, ശ്രീതേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.